നമസ്കാരം. 2020 ഈ വർഷം ഓരോ മാസം പിന്നിടുമ്പോഴും നമ്മെ തേടിയെത്തുന്ന വാർത്തകളൊന്നും അത്ര കണ്ട് ശുഭകരമല്ല. ഈ ഓഗസ്റ്റ് മാസം ആരംഭിച്ചത് തന്നെ കാസർഗോഡ് നിന്നും നാം കേട്ട മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതക കഥയുമായിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ ആ കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്നാൽ കുറഞ്ഞപക്ഷം നമ്മുടെയൊക്കെ വീടുകളിൽ ഉറ്റവരെയും ഉടയവരെയും കൊന്നെടുക്കുന്ന യുവത്വം വളർന്നു വരുന്നില്ല എന്നെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ. MeTalkന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഫൈസൽ. സ്വന്തം കൂടപ്പിറപ്പിനെയും മാതാപിതാക്കളെയും ഒന്നിച്ചില്ലാതാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി ആൽബിൻ എന്ന 22 വയസ്സ് പ്രായമുള്ള യുവാവ് തുനിഞ്ഞിറങ്ങിയത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും രണ്ടാം ഉദ്യമത്തിൽ തൻ്റെ 16 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനുജത്തി ആൻ മേരിയെ കൊല്ലാൻ ആൽബിന് കഴിഞ്ഞു. പിതാവ് ബെന്നി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഭാഗ്യം കൊണ്ട് മാത്രം അമ്മ രക്ഷപ്പെട്ടു. ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത ഐസ്ക്രീം വളരെ സന്തോഷത്തോടെയും രുചിയോടെയും കഴിച്ചപ്പോൾ അത് ചേട്ടൻ അറിഞ്ഞു തരുന്ന കൊലച്ചോറാണ് എന്ന് ആ കുഞ്ഞനുജത്തിക്ക് അറിയില്ലായിരുന്നു. തൻ്റെ സ്വൈരവിഹാരത്തിന് തടസ്സം നിന്നതിനാണ് ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് ആൽബിൻ പോലീസിനോട് പിന്നീട് പറഞ്ഞു. പൊതുവെ അന്തർമുഖനും മുഴുവൻ സമയവും മൊബൈൽ ഫോണിന് മുന്നിൽ സമയം ചെലവഴിക്കുകയും വീട്ടുകാരുമായോ നാട്ടുകാരുമായോ യാതൊരുവിധ സമ്പർക്കവും പുലർത്താതെ തൻ്റേത് മാത്രമായ ഒരു ലോകത്ത് വിഹരിക്കുന്ന ഇത്തരം സൈക്കിക് മെൻറ്റാലിറ്റിയുള്ള യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഭീഷണിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം കേട്ട സമാന സ്വഭാവമുള്ള കൂട്ടക്കൊലയായിരുന്നു തിരുവനന്തപുരം നന്ദൻകോട് നടന്നത്. കേഡൽ ജിൻസൺ രാജ എന്ന യുവാവ് തൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി, ബന്ധുവായ മറ്റൊരു സ്ത്രീ എന്നിവരെ കൊല ചെയ്ത് വെട്ടിനുറുക്കി തീയിട്ട അതിഭയാനകമായ ഒരു സംഭവം. ഇവിടെയും കേഡലിൻ്റെ സ്വഭാവം മറിച്ചായിരുന്നില്ല. നന്ദൻകോട് കൊലപാതകത്തിലെ പ്രതി 30 വയസ്സുള്ള കേഡലിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ പോലീസുകാരോട് പറഞ്ഞത് വീട്ടിൽ നിന്നുള്ള അവഗണന അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നതാണ്. കമ്പ്യൂട്ടർ ഗെയിം കാണിക്കാനാണ് എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെ മുകളിലെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി മഴുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ശേഷം താഴെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അച്ഛനെ സമാന രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു. അവിടെ നിന്നും വെറും 1 മണിക്കൂർ കഴിഞ്ഞ് സഹോദരിയെയും കോടതിയിൽ കൊണ്ടുവരുമ്പോഴെല്ലാം ചിരിച്ച മുഖഭാവത്തോടു കൂടെയാണ് കേദലിനെ കാണപ്പെട്ടത്. ഒരു തരിമ്പ് പോലും പശ്ചാത്താപം അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്താണ് നമ്മുടെ യുവത്വത്തെ ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്ന ചേതോവികാരം എന്ന് നോക്കാം. ഇപ്പറഞ്ഞ 2 സംഭവങ്ങളിലും പ്രതികളാക്കപ്പെട്ട യുവാക്കൾക്ക് സമൂഹവുമായി യാതൊരുവിധ ഇടപെടലുകളും ഇല്ലായിരുന്നു. സ്വന്തം വീട്ടുകാരുമായോ നാട്ടുകാരുമായോ അയൽവാസികളുമായോ ഇവർക്ക് യാതൊരുവിധ സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. മുഴുവൻ സമയവും അവർ അവരുടേത് മാത്രമായ ഒരു ലോകത്ത് ജീവിച്ചു. അവിടെ അവർക്ക് കൂട്ടിന് വന്നത് സമാന രീതിയിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ട ചിലരും. അത്തരം കൂട്ടുകെട്ടിൽ നിന്നും വളരെ ഈസിയായി ഇത്തരത്തിലുള്ള ക്രിമിനൽ ചിന്തകൾ വളരെ പെട്ടെന്ന് ഇവരുടെ മനസ്സിൽ നാമ്പെടുക്കും. ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ. ഈ വിധത്തിൽ മാനസിക നിലയുള്ള കുട്ടികളിൽ നിന്നും ഇതുപോലുള്ള നിഷ്ഠൂരമായ ചെയ്തികൾ തീർച്ചയായും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ പലപ്പോഴും ചേർത്ത് പറയേണ്ട ഒന്നാണ് മാതാപിതാക്കൾ തങ്ങളുടെ പ്രായപൂർത്തിയായ മക്കൾക്ക് സ്വന്തം വീട്ടിൽ നൽകുന്ന പ്രാധാന്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. നീ അവനെ കണ്ടു പഠിക്കേ, അവരും നിന്റെ പ്രായം തന്നെയല്ലേ, പിന്നെ നീ മാത്രം എന്താ ഇങ്ങനെ? ഇത്തരത്തിൽ സ്വന്തം മക്കളെ മറ്റുള്ളവരുടെ മക്കളുമായി താരതമ്യം ചെയ്ത് അവരെ ഇകഴ്ത്തിയുള്ള സംസാരം. അതിനെ തുടർന്ന് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന അപകർഷതാബോധം, അതിനെ തുടർന്നുണ്ടാകുന്ന പക, പിന്നീട് ചീത്ത കൂട്ടുകെട്ടിലേക്കുള്ള പ്രയാണം, മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം, ശേഷം കൺമുന്നിലുള്ളത് അമ്മയാണോ പെങ്ങളാണോ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് പിറകിൽ. ഒരു കാര്യം ഇത് കാണുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്, തങ്ങളുടെ മക്കളെ പരീക്ഷകളിൽ മാർക്ക് വാങ്ങിക്കാനുള്ള വെറും റോബോട്ടുകളാക്കി വളർത്താതിരിക്കുക. സമൂഹമായും അയൽക്കാരുമായുമൊക്കെ ഇടപഴകാൻ അവരെ പ്രേരിപ്പിക്കുക, കളിക്കാൻ അനുവദിക്കുക. അവരുടെ നല്ല സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ അവരെ നന്നായി സ്വീകരിക്കുക. മക്കളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പൊതുവായി പറയുക. മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് അവരെ അരികിൽ വിളിച്ചിരുത്തി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. വീട്ടിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അവരെ കൂടി ഉൾപ്പെടുത്തുക. അവരുടെ കൂടി അഭിപ്രായം ആരായുക.
അങ്ങനെ ഉത്തരവാദിത്തമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളാക്കി അവരെ വളർത്തുക. മക്കൾ നമ്മുടെ സമ്പത്താണ്. അവരിലൂടെയാണ് പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത്. അത്തരത്തിൽ നല്ല തലമുറയെ വാർത്തെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. നമ്മുടെ മക്കളെ തിരുത്താനും നയിക്കാനും കഴിയേണ്ടത് അത് നമുക്ക് തന്നെയാണ്. അതിന് മറ്റാരെയും കാത്തിരുന്നിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. നമുക്കിവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു സിനാരിയോ കൂടി വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പറഞ്ഞ ആൽബിനും കേഡലുമൊക്കെ തൻ്റെ കുടുംബക്കാരോടും നാട്ടുകാരോടും ഓട്ടോ ചേട്ടന്മാരോടുമൊക്കെ നല്ല കമ്പനിയും സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരുമായിരുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ സ്വപ്നത്തിൽ പോലും ഇത്തരം ചെയ്തികൾ അവരുടെ ഉള്ളിൽ വരില്ലായിരുന്നു എന്നത് തീർച്ചയാണ്. കുറ്റം ചെയ്തവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കട്ടെ. സമൂഹത്തിലെ പൈശാചിക ജന്മങ്ങൾക്ക് ഉദാഹരണങ്ങളായി ഇവരെയൊക്കെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ജീവിതത്തിൽ ഒരിക്കലും തങ്ങൾ എങ്ങനെയാവരുത് എന്നത് കണ്ടു പഠിക്കാനുള്ള ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ. ഇനിയൊരു കേഡൽ ജിൻസനും ആൽബിനുമൊന്നും ഈ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി.